രാവിലെ തന്നെ പരിപാടി തുടങ്ങി. 7-8 മണിയായെങ്കിലും നല്ല തണുപ്പുണ്ടായിരുന്നു. രാവിലെ തന്നെ ഒരു റൂം കിട്ടി. ആ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇന്ന്. 30-35 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരു ഫ്ലോർ കയറിയാൽ മതി ഭാഗ്യത്തിന്. ഒരു മാസം 400 റിയാൽ റെന്റ് ഉണ്ട് ഈ റൂമിന്. ഈ കാണുന്നതാണ് എന്റെ കട്ടില്. താഴെ വീഴുമെന്ന് പടച്ചോനറിയാം. ഇന്ന് വെള്ളിയാഴ്ചയാണ്. പള്ളിയിൽ പോകണം. കുളിച്ച് ഡ്രസ്സെല്ലാം മാറി നേരെ പള്ളിയിലോട്ട് പോവുകയാണ്. ഇവിടെ വെള്ളിയാഴ്ച അവധി ദിവസമാണ്. എന്നിട്ട് ഒറ്റ മനുഷ്യനും പുറത്ത് കണ്ടില്ല. ചുമ്മാതെയല്ല ആരും റോട്ടിൽ കാണുന്നത്. ഞാനാൻ തോന്നുന്നു പള്ളി ലാസ്റ്റ് എത്തുന്നത്. എല്ലാവരും പള്ളിയിൽ എത്തിയിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ 1 മണിയൊക്കെയാണ് ജുമാ നിസ്കാരം തുടങ്ങാൻ. ഇവിടെ 11:30 ആകുമ്പോൾ നിസ്കാരം തുടങ്ങും. എനിക്ക് ഉള്ളൂല്ലായിരുന്നു. നേരെ ഉള്ളു എടുത്ത് വന്നപ്പോഴത്തേക്ക് നിസ്കാരം തുടങ്ങി. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് ഇനി നേരെ റൂമിലോട്ട് പോകണം. ഇവിടെ നിസ്കാരത്തിന്റെ സമയത്ത് റോഡിന്റെ നടുക്ക് വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ തോന്നുന്നു. അങ്ങനെ എന്റെ റൂം എത്തി. എന്റെ കയ്യിലിരുന്ന ഹൽവ എടുത്തുകൊണ്ട് നേരെ നൗഫലിക്കാന്റെ റൂമിലോട്ട് പോവുകയാണ്. ഇന്ന് നൗഫലിക്കാന്റെ റൂമിലാണ് ഫുഡ്. ഞാൻ ചെന്നപ്പോൾ തന്നെ എല്ലാവരും പരിപാടി തുടങ്ങി. എക്സ്പ്രഷൻ ഒന്നും ഇല്ല ആർക്കും. നല്ല അടിപൊളി മജ്ബൂസായിരുന്നു ഇന്നത്തെ ഫുഡ്. കുഴിമന്തിയൊക്കെ പോലത്തെ ഒരു സാധനം. നാട്ടിൽ ഇത് അത്ര ഫേമസ് അല്ല. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കഴിക്കുന്നത്. നല്ല അടിപൊളി സാധനമായിരുന്നുകൊണ്ട് നന്നായിട്ട് കഴിച്ച് നല്ല മജയുണ്ടായിരുന്നു. ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ ചേട്ടൻ കിടക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ എൻ്റേത്. ഇനിയിപ്പോൾ അല്പം മധുരമാവാം. കോട്ടയത്തുകാർക്കറിയാം മാമീസ് ചേട്ടത്തിയുടെ അൽവയാണിത്. അപ്പോഴത്തേക്കും കട്ടനെത്തി. അതും കുടിച്ച് സ്കൂട്ടായി ഞാൻ അവിടെ നിന്ന്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.